മൂന്ന് സിനിമ ചെയ്തല്ലോ, ഓൾറെഡി മാനേജർക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ അല്ല, മാനേജർക്കേ അറിയത്തുള്ളൂ, നിനക്കെന്താ അറിയത്തില്ലേ? ഓ, എനിക്ക് തോന്നുന്നു ചേച്ചി അങ്ങനെ പുറത്ത് പറയത്തില്ല, അല്ലെങ്കിൽ ഞാൻ ആ വീഡിയോ വെച്ച് തരാം. അതൊക്കെ പറയണ്ടേ ചേച്ചി, അതൊക്കെ പറയണ്ടേ? ഈ അടുത്ത സമയത്ത് ഒരുത്തരെ വിളിച്ചിട്ട് പറയാ, എന്റെ പൊന്നെണ്ണ നമുക്ക് ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ ഒന്ന് 1,00,000 രൂപ മാത്രം തന്നാൽ മതി, വെറും 1,00,000 രൂപ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആരാണ് എന്താണെന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നൊന്നുമില്ല. നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു പ്രശ്നം വന്ന സമയത്ത് ആ വ്യക്തിയെ വിളിച്ചിട്ട് ദ്രോഹിക്കാൻ പറഞ്ഞ വ്യക്തിയാണ്. മറ്റാരും അതുലിന്റെ കാര്യം തന്നെ ഞാൻ ഈ സംസാരിക്കുന്നത്. ആ വ്യക്തിയെ വിളിച്ചിട്ട് അവന് 4 എണ്ണം പണി കൊടുക്കണം, അവനെ വെറുതെ വിടരുത്, അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര ഉദ്ഘാടനമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉദ്ഘാടനമൊക്കെ തരണം, വെറും 1,00,000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞ ടീമാണ് മാനേജർ വന്നിരിക്കുന്നത്. അവിടെ മാനേജർ അതെ അതെ, ഇത്രയും ഫേമസ് ആയില്ല. സ്വന്തം ഭർത്താവിനെ വിറ്റ് എന്താ പറയണ്ടേ, ഇന്ന് വുമൻസ് ഡേ അല്ലേ? എല്ലാ സിംഗിൾ പേരൻസിനും മാതൃകയായിക്കൊണ്ട് ഇരിക്കുന്ന അവളാണെന്നാണ് ഇവള് പറയുന്നത് സ്വയം. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ സ്ത്രീകൾക്ക് മാതൃകയാണോ രേണു സുധി? സേ എസ് ഓർ നോ, ഒന്ന് കമന്റ് ഇടാവോ? നിങ്ങൾ സ്ത്രീകൾക്ക് മാതൃകയാണോ? ഓക്കെ, എന്നിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് കൊടുക്കുക, ഒന്ന് ലൈക്ക് അടിച്ചേര്. എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എന്തായാലും ഭയങ്കര മാതൃകയാണ് കേട്ടോ, ഭയങ്കര മാതൃകയാണ്. ലക്ഷങ്ങളാണ് മേടിക്കുന്നത്. എന്നിട്ട് ബാക്കി കൂടെ വെക്കാം. സ്ത്രീകളായിട്ടുള്ള നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് കേട്ടാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകാം. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ ആരും മൈൻഡ് ചെയ്യണം. അതായത് നെഗറ്റീവ്സിനെ ഒന്നും മൈൻഡ് ചെയ്യാൻ. നെഗറ്റീവ് മാത്രമല്ലേ ഉള്ളൂ ചേച്ചിയുടെ ലൈഫിലുള്ളത്. നിങ്ങൾ പോസിറ്റീവ് ഏതെങ്കിലും ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ നെഗറ്റീവ് മനഃപൂർവ്വം ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം. കാരണം നെഗറ്റീവിലോടാണല്ലോ രേണു സുധി കയറി വന്നത്. അല്ല, ആദ്യം പോസിറ്റീവോടാണ് കേട്ടോ. ഈ പറയുന്ന കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ എല്ലാവരും നിങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു ആദ്യം കൈസ് ഇവളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും കൂടെ എടുത്തിട്ട് കൈസിനെ കുറ്റം പറഞ്ഞു. അതിന് ശേഷം കണ്ട ഒരു 5-6 മാസത്തിന് ശേഷമാണ് ചേച്ചിയുടെ പല കള്ളങ്ങളും കണ്ടുപിടിക്കാൻ തുടങ്ങിയതും നമ്മൾ സോഷ്യൽ മീഡിയ കള്ളങ്ങൾ പൊളിച്ചടുക്കി കൊടുത്തത്. അപ്പോഴത്തേക്ക് ആ നെഗറ്റീവ് പുള്ളിക്കാർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് പിന്നെ അങ്ങോട്ടെല്ലാം ചെയ്യുന്ന നെഗറ്റീവ് മാത്രം. ഓക്കെ, ഇനി ബാക്കി കൂടെ കേക്ക്. നേരത്തെ നിന്റെ തന്തയാണോ വന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഒരാളെ തന്തയ്ക്ക് വിളിക്കുന്ന മോശമല്ലേ? എന്നാലും ഞാൻ അങ്ങനെ വിളിച്ചെന്നങ്ങ് കരുതുക. കാരണം എന്ന് വെച്ചാലേ, ഇവള് തന്നെ ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ ഒരു പേരുണ്ട്, മറ്റേ അഴി എന്ന് പറയും വേണമെങ്കിൽ. അല്ല, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവള് തന്നെ പറയുന്നുണ്ട് ഒരു മുസ്ലിമുമായിട്ട് റിലേഷൻ ആയിരുന്നു, അങ്ങനെയാണ് മറ്റേതാണെന്നുള്ള രീതിയിൽ ഇവള് സംസാരിച്ചു. ഈ അടുത്ത സമയത്ത് സജന വ്ളോഗ്സ് ഇവളും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് സജന പറയുന്നുണ്ട് ഇതൊക്കെ ചുമ്മാതെ വേറെ രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പൊ ഇവള് തന്നെയല്ലേ നെഗറ്റീവ് ഇട്ട് കൊടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ നെഗറ്റീവ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയ ഇതൊരു ചർച്ചയാക്കുമ്പോൾ നിങ്ങൾ പറ, ഇത് ഞാൻ ജനങ്ങളോട് ചോദിക്കട്ടെ, ഇതിന്റെ അഹങ്കാരം ഇവിടെ ആർക്കാ? രേണു ഞാനല്ലേ? നീ റിലീവ് ചെയ്യാതിരുന്നാൽ മാത്രം മതി. സുധിയുടെ പെൻഷനോ ഏതാണ്ടൊക്കെ കിട്ടാനുണ്ടല്ലോ, അതൊക്കെ കിട്ടുന്നവരെ നീ ഇതൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും മോളെ നിന്റെ ലൈഫിൽ നല്ലത്. അല്ലെങ്കിൽ നീ വെറും 3G ആയിപ്പോവും, ഉറപ്പാണ്. എന്നെ പോലെ കുറെ സിംഗിൾ പേരൻസ് ഉണ്ട് ലൈഫിൽ. എന്താ പറയാ, ഒരു നിമിഷം ഒറ്റപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് എല്ലാവരെയും കുറ്റപ്പെടുത്തലുകളിൽ നിന്നും എല്ലാവരും കുറച്ച് പേരുടെ കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടിട്ട് നമ്മൾ താഴെ വീണ് കഴിഞ്ഞാൽ അങ്ങനെ കിടക്കത്തുള്ളൂ. ആളുടെ ഒരു വീട് ഇത് തന്നെ അവള് ബിഗ് ബോസിലും കടന്ന് വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇത് മനസ്സ് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള തന്ത്രവും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസിൽ വന്ന സമയത്ത് ഈ സെയിം ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ടിട്ടാണ് കുറെ ആൾക്കാർ ഇവർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. രേണുവിനെ വെറുത്ത് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. രേണു എന്താന്ന് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവള് ആൾക്കാരെ കയ്യിലെടുക്കാനും വളയ്ക്കാനും ഒക്കെ നല്ല രീതി അറിയാം. ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ മണ്ടറായിട്ടുള്ള ചെറിയ ആൾക്കാരുണ്ട് ഇപ്പോഴും താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. എന്തിനാ ഇപ്പൊ കൂടെ നടക്കുന്ന കൂട്ടുകാർക്ക് പോലും കണ്ടുകൂടാം. പിന്നെ സജന, അത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സംസാരിക്കുന്ന ഒരു നാണം കെട്ട വർഗം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇച്ചിരി ബഹുമാനം ഉണ്ടായിരുന്നു, ചില കാര്യത്തിലൊക്കെ കണ്ടപ്പോൾ ഇച്ചിരി ബഹുമാനം തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് അതിനോടുള്ള ഒരു ഇത് പോവുകയും ചെയ്തു. ഞാൻ തിരിച്ചൊരു വീഡിയോ ഇട്ടു. പുള്ളി കിടക്കുന്ന പോലെ തന്നെ കിടന്നാണ് ഞാൻ വീഡിയോ ഇട്ടിങ്ങനെ. ഞാൻ ആരെ കിട്ടുമ്പോൾ ആരെ തന്നെ കിട്ടുന്നുണ്ട്. ഞാൻ കാരണം പുള്ളി ചുമ്മാ ഓരോ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞാൽ എന്റെ കാര്യം പറഞ്ഞിട്ട് അല്ല, ഞാനൊന്നിനും മൈൻഡ് ചെയ്യത്തില്ല. ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറഞ്ഞ ചേച്ചി എന്തിനാ ആറാട്ടനൊക്കെ ഇത് ചെയ്യാൻ കൊടുത്തത്? ആറാട്ടനൊക്കെ എന്തിനാ മറുപടി കൊടുക്കാൻ പോയി? അറിയാമത്തോട് നോക്കിയാൽ പിന്നെ നിന്നെക്കാളുള്ള അത്യാവശ്യം വിദ്യാഭ്യാസവും യോഗ്യതയൊക്കെ ഉണ്ട്. പിന്നെ അയാൾ ഈ സോഷ്യൽ മീഡിയ വന്ന് കാണിക്കുന്ന ചില കോമാളിത്തരമുണ്ട്, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്താ പറയണ്ടേ, അദ്ദേഹത്തിന് അത്യാവശ്യം വിവരവും ബോധവും ഒക്കെ ഉണ്ട്. നിനക്കൊന്നും അദ്ദേഹത്തിന്റെ ഏഴ് അയലത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല രേണു സുധി. അത് ആദ്യം രേണു സുധി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും.
കരീഷ്മ വന്നിരിക്കുന്നത്. എഴുതി വെച്ചിട്ടുണ്ടോ വനിതകൾ ഓടിക്കുന്ന കാറെന്ന്? തൊലിഞ്ഞ വർത്താനം കണ്ടിട്ടില്ലേ? എന്താ പിന്നെ വുമൻസ് ഡേ ആണല്ലോ, അവരെ കൊണ്ടും പറയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തൊക്കെ അങ്ങ് ഇറങ്ങിക്കോളും. അടി പറ്റാവുന്ന ഡ്രസ് ഇട്ടോണ്ട് ഇറങ്ങ്. ഇത് ചുമ്മാ മസിൽ കുറവാണെന്നോ? വല്ലതൊക്കെ തിന്നണം. ഓ അതെങ്ങനാ? അത് ഇപ്പൊ പുള്ളിക്കാരി ജിമ്മിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞോട്ടൊരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പറ ആ ഇനി അതിന്റെ കൂടെ കുറവേ ഉള്ളൂ. ഇനി പ്രോട്ടീനും കൂടെ എടുത്ത് കൊടുക്ക്. ഉള്ള പ്രോട്ടീനും ഇല്ലാത്തതൊക്കെ ആണ് ഇപ്പൊ കാണുന്നതൊക്കെ. ഇനി പ്രോട്ടീനും കൂടെ കഴിച്ച് പിരിപ്പിച്ച് നടക്കാനോ? അല്ല നിനക്ക് വയ്യാങ്കി ഇതൊന്നും ഇട്ടോണ്ടിരുന്നാ പോരെ? സോറി, ഇതൊന്നും ഇട്ടോണ്ട് നടക്കാതിരുന്നാ പോരെ? വലിച്ചേറ്റിയെല്ലാം ഇടുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഉദ്ഘാടനത്തിന് വരുമ്പോൾ രേണുസുതി ഉള്ള സ്ഥലമാകുമ്പോഴേ വേണ്ട, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് കൂടി പോകും. പറയാതിരിക്കുന്നത് നല്ലത്. ഓക്കെ, ഉദ്ഘാടനത്തിന് വന്നയാ. ഇപ്പം രേണു ഒരു റീല് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാനൊന്ന് വെച്ചുതരാം. നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചാണ്. വേറൊരു ചെറുക്കൻ എടുത്തിട്ട് ഇതിൽ റോസ്റ്റ് ചെയ്തതെന്ന് തോന്നുന്നു. ആ രേണുവിൻ്റെ ആ നിപ്പ് കണ്ടില്ലേ? അതും അവൻ്റെ നോട്ടവും മീഡിയക്കാർ വരുമ്പോൾ ഉണ്ട്. മനഃപൂർവ്വം ഓരോ കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് അന്നേ ഞാൻ പറഞ്ഞു. ഇപ്പം ഉണ്ട് ഓരോ തോന്മാരെടുത്തിട്ട് ട്രോളുന്നുണ്ട്. അതൊന്ന് വെച്ച് തരാം ഞാൻ. എന്നിട്ട് രേണു തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൂടായിട്ട് ഗ്ലാസ് പുള്ളിക്കാരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെയ്ത പരിപാടിയാണെന്ന്. ഏതെങ്കിലും സാമാന്യ ബോധമുള്ള ആൾക്കാർക്ക് മനസ്സിലായാൽ മതിയായിരുന്നു. അതെ, അനിയനെ പോലെ കാണുന്നവനാ. അവനൊന്നും അങ്ങനൊന്നും ക്ഷീണിക്കത്തില്ല. ചേച്ചി എടുത്തല്ലേ പറയുന്നത്. പക്ഷെ പിന്നെ ക്ഷീണം വരൂല്ലായിരിക്കും, പാവം. അതെ 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 ഇല്ലല്ല അതിന്റെ അത് തന്നെ. ആ പാടെ ആരേഞ്ച് ആണെങ്കിൽ അത്രേ ഉള്ളൂ. സംസാരം കേട്ടാ വേണ്ട 3/4 ഇഞ്ച് ആണി മാറിപ്പോയി. ഞാൻ അതാണ് കേട്ടോ ഉദ്ദേശിച്ചേ. ആ അന്തസ്. അന്ന് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാണ്. ഇപ്പോൾ ഓരോരുത്തന്മാരുടെ അടുത്ത് നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എടുത്തങ്ങ് ചേച്ചി അങ്ങ് സ്വന്തം സ്റ്റോറി ആയിട്ട് അങ്ങ് ഇടുകയാണ്. എൻ്റെ പൊന്ന് മരത്തകമേ. അത് പിന്നെ അന്തസ്സുണ്ട്. ഇത് വേണ്ട. ജോണിയണ്ണനൊക്കെ മാറിപ്പോവും ഇങ്ങനെ പോയാ. നീ പാട്ട് മാറ്റി. എല്ലാം സുധിച്ചേട്ടന് വേണ്ടി. എൻ്റെ പൊന്നു മോനെ, അയാളെ വിറ്റി ഇവളിപ്പോൾ ഒരു എന്താ പറയണ്ട, ഒരു ഓടി എടുക്കാനുള്ളതായി. ഇന്ന് വേറൊരു സ്റ്റോറി കൂടെ കണ്ടു നോക്ക് നിങ്ങൾ. ഹലോ, രേണുസുതിയാണ്. അപ്പോൾ എൻ്റെ ഏത് റീൽ എടുത്താലും കോമൺലി വരുന്നൊരു കമന്റ് ആണ് എല്ലാം സുധിച്ചേട്ടൻ. അത് എനിക്ക് തോന്നുന്നു മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ട്രോള് മേടിക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ അത് ഈ സുധി എന്ന് പറഞ്ഞ വ്യക്തിയായിരിക്കും. നല്ലോണം മരിച്ചൊരു വ്യക്തിയായിരുന്നു. ഇപ്പൊ ആൾക്കാരെടുത്തിട്ട് കളിയാക്കുക. നീ ഇവിടുന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നടാ ഇതിനെയൊക്കെ എന്നും പറഞ്ഞാണ് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, സുധിച്ചേട്ടന് വേണ്ടിയിട്ടല്ലാതെ നിങ്ങളുടെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എനിക്ക് ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ പറ്റുമോ? എല്ലാം എൻ്റെ സുധിച്ചേട്ടൻ വേണ്ടി തന്നെയാണ്. അല്ല സുധിച്ചേട്ടാ, ഇത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പൊ ഞാൻ എല്ലാം വാവൂട്ടാ, എല്ലാം മോളിൽ നിന്ന് കാണുന്നുണ്ട്. സുധിച്ചേട്ടൻ വാവൂട്ടൻ്റെ സുധിച്ചേട്ടൻ പാവം പിടിച്ചവൻ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഫോട്ടോ പിടിക്കും, ഫോട്ടോ എടുക്കും, ഫോട്ടോ ഇവിടെ പുറകെ വെച്ച് ചിലപ്പോൾ റീൽ ചെയ്യും. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കാരണം ഇറ്റ്സ് മൈ ഹസ്ബൻഡ്. ഓക്കെ, അതായത് നിങ്ങളാരുടെ ഭർത്താക്കന്മാരുടെ ഫോട്ടോ പിടിച്ച് എനിക്ക് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ?
ഇറ്റ്സ് മൈ ഹസ്ബൻഡ്. 2-3 ദിവസം കഴിയുമ്പോൾ 2-3 മാസമൊക്കെ കഴിഞ്ഞ് അവൻ്റെ പൈസ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു തവന്മാരെ കൊണ്ടുവന്ന് കഴിയുമ്പോഴും ഇത് കാണണം ചേച്ചിയുടെ ഈ സംസാരം. ഓക്കെ എന്തായാലും ഇനി എന്തൊക്കെ അപരാധങ്ങൾ കാണേണ്ടി വരുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ചേച്ചി ചേട്ടന്മാരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ലവ് യു ഓൾ.